അന്താരാഷ്ട്ര തലത്തിൽ അതീവ ഗുരുതരമായ ഒരു യുദ്ധ സാഹചര്യത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിലുള്ള ശത്രുത അതിന്റെ എക്കാലത്തെയും ഉയർന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഏത് നിമിഷവും പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാവുന്ന തരത്തിലുള്ള ഭീഷണികളാണ് ഇരുപക്ഷത്തു നിന്നും ഉയർന്നു വരുന്നത്. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണവും അതുവഴിയുള്ള സുരക്ഷിത ഗതാഗതവും സംബന്ധിച്ച സംഘർഷങ്ങളാൽ പശ്ചിമേഷ്യ പുകയുകയാണ്. ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന കൊടും വിപത്തുകൾക്ക് ഈ സംഘർഷം വഴിതെളിക്കുമെന്ന ഭയം നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ നിന്ന് ഒരിഞ്ചു പോലും പിന്നോട്ടില്ലെന്ന സൂചനയാണ് നൽകുന്നത്. ഈ കടുത്ത അന്തരീക്ഷത്തിലേക്കാണ് ആഗോള രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലയ്ക്കാൻ പോകുന്ന ഒരു നിർണായക വെളിപ്പെടുത്തലുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്. താൻ വധിക്കപ്പെട്ടാൽ ഇറാനെ പൂർണ്ണമായി തകർക്കാനുള്ള ഓട്ടോമാറ്റിക് സ്റ്റാൻഡിംഗ് ഓർഡർ താൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി മാറിയ ട്രംപിന്റെ ഈ പുതിയ വെളിപ്പെടുത്തലിന്റെയും അതിന്റെ പിന്നാലെ ഇറാൻ നൽകിയ കടുത്ത മറുപടിയുടെയും പൂർണ്ണരൂപം ഇതാണ്. ട്രംപിന്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ ശനിയാഴ്ച പങ്കുവച്ച കുറിപ്പിലാണ് അതീവ ഗൗരവമുള്ള വിവരമുള്ളത്. ഇറാനിൽ നിന്ന് തനിക്ക് നിരന്തരമായി വധഭീഷണികളും യുദ്ധഭീഷണികളും ഉണ്ടാകുന്നുണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. എന്നാൽ ഇതിനെയെല്ലാം പ്രതിരോധിക്കാൻ താൻ മുൻകൂട്ടി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. താൻ ഏതെങ്കിലും സാഹചര്യത്തിൽ ശത്രുക്കളാൽ കൊല്ലപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ ഇറാന് എല്ലാ രംഗത്തും ഇന്ന് വരെ കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള കനത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള കടുത്ത നടപടികൾക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഇതിനായി ഓട്ടോമാറ്റിക് സ്റ്റാൻഡിംഗ് ഓർഡറുകളിലൂടെ ഒരു പ്രത്യേക സംവിധാനം തന്നെ US തയ്യാറാക്കിയിട്ടുണ്ട് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. അതായത് US പ്രസിഡന്റിന്റെ അഭാവത്തിലും ഇറാനെതിരെ ഉടനടി മാരകമായ തിരിച്ചടി ഉറപ്പാക്കുന്ന ഒരു ഡെഡ് മാൻ സ്വിച്ച് സംവിധാനത്തെക്കുറിച്ചാണ് ട്രംപ് ഇവിടെ അവകാശപ്പെടുന്നത്. ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏത് നീക്കവും അമേരിക്കയെ തകർക്കാനല്ല, മറിച്ച് ഇറാന്റെ തന്നെ സർവനാശത്തിനാകും വഴി തുറക്കുക എന്ന ശക്തമായ മറുഭീഷണിയാണ് ട്രംപ് ഇതിലൂടെ നൽകുന്നത്. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തിന് പിന്നിലെ നിയമപരമായ യാഥാർത്ഥ്യം എന്താണ്? US ഭരണഘടന അനുസരിച്ച് ഇത്തരമൊരു ഓട്ടോമാറ്റിക് പ്രീ ഓതറൈസ്ഡ് തിരിച്ചടി സംവിധാനം നിലവിലുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് US ഗവൺമെന്റിന് നിലവിൽ ഔദ്യോഗികമായി ഒരു ഓട്ടോമാറ്റിക് പ്രീ ഓതറൈസ്ഡ് ഡെഡ് മാൻ സ്വിച്ച് സംവിധാനമില്ല. ഭരണഘടനാപരമായി സൈനിക നടപടികൾക്ക് കമാൻഡ് നൽകാൻ ജീവിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റിന്റെയോ അല്ലെങ്കിൽ ചുമതലയുള്ള വ്യക്തിയുടെയോ അനുമതി അത്യാവശ്യമാണ്. അങ്ങനെയെങ്കിൽ ട്രംപ് വിഭാവനം ചെയ്ത ഈ ലക്ഷ്യം എങ്ങനെ നടപ്പിലാകും? ഇവിടെയാണ് US ഭരണഘടനയുടെ 25ാം ഭേദഗതിയും 1947 പ്രസിഡൻഷ്യൽ സക്സഷൻ ആക്ടും പ്രസക്തമാകുന്നത്. ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റ് വധിക്കപ്പെടുകയോ ചുമതലയൊഴിയുകയോ ചെയ്താൽ വൈസ് പ്രസിഡന്റ് ഉടനടി രാജ്യത്തിന്റെ പരമാധികാരമുള്ള പ്രസിഡന്റായി ചുമതലയേൽക്കും. നിലവിലെ സാഹചര്യത്തിൽ ട്രംപിന് എന്തെങ്കിലും സംഭവിച്ചാൽ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉടനടി US പ്രസിഡന്റ് ആകും. ട്രംപ് ഉദ്ദേശിച്ചതുപോലെ ഇറാനെതിരെ അതിശക്തമായ സൈനിക നടപടികൾ സ്വീകരിക്കാനും കനത്ത തിരിച്ചടി നൽകാനും പിന്നീട് വാൻസിന് നിയമപരമായി സാധിക്കും. ചുരുക്കത്തിൽ സാങ്കേതികമായി ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ പ്രവർത്തിക്കുന്ന ഓട്ടോമാറ്റിക് സംവിധാനമല്ല ഇതെങ്കിലും ട്രംപിന്റെ തത്വങ്ങളോട് പൂർണ്ണമായി യോജിക്കുന്ന അദ്ദേഹത്തിന്റെ പിൻഗാമിയിലൂടെ ഈ മരണാനന്തര തിരിച്ചടി നടപ്പിലാക്കാൻ US-ന് സാധിക്കുമെന്ന മുന്നറിയിപ്പാണ് ട്രംപ് നൽകുന്നത്. ട്രംപിന്റെ ഈ ഭീഷണി പുറത്തുവന്ന മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി രംഗത്ത് വന്നു. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയിയാണ് അമേരിക്കയ്ക്ക് നേരെ കടുത്ത മുന്നറിയിപ്പുമായി എത്തിയത്. തങ്ങളുടെ പിതാവിന്റെ വധത്തിന് പകരം വീട്ടുന്നത് ഇറാൻ തുടരുക തന്നെ ചെയ്യുമെന്നാണ് മുജ്തബ ഖമനേയി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇറാന്റെ മുൻ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള അൽ ഖമനി ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന US-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. പിതാവിന്റെ മരണത്തിന് ഉത്തരവാദികളായവരോട് പ്രതികാരം ചെയ്യുമെന്ന ഉറച്ച നിലപാടിലാണ് പുതിയ നേതാവായ മുജ്തബ ഖമനേയി. അമേരിക്കൻ പ്രസിഡന്റിനെ വധിക്കാനുള്ള ശ്രമങ്ങൾ ഇറാൻ ഉപേക്ഷിച്ചിട്ടില്ലെന്ന സൂചനയാണ് ഈ പ്രസ്താവനയിലൂടെ വ്യക്തമാകുന്നത്. കഴിഞ്ഞ വർഷം ഡൊണാൾഡ് ട്രംപിനെതിരെ 2 വധശ്രമങ്ങളാണ് ഉണ്ടായത്. ഈ വധശ്രമങ്ങൾക്ക് പിന്നിൽ ഇറാന്റെ രഹസ്യ നീക്കങ്ങൾ ഉണ്ടായിരുന്നു എന്ന ആരോപണം US ശക്തമായി ഉന്നയിക്കുന്നതിനിടയിലാണ് പുതിയ വെല്ലുവിളികൾ ഉയരുന്നത്.